നമസ്കാരം. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത് എക്സൈസിന്റെ രഹസ്യാന്വേഷണ മികവ്. സിനിമയ്ക്കുള്ളിലെ ചിലരെ തന്നെ വിവരശേഖരണത്തിന് എക്സൈസ് ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ നൽകിയ കൃത്യമായ വിവരമാണ് നിർണായകമായത്. ഈ അറസ്റ്റോടെ കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമാക്കാരെല്ലാം അങ്കലാപ്പിലാണ്. നേരത്തെ ഷൈൻ ടോൺ ചാക്കോയുടെ ഹോട്ടൽ റെയ്ഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പോലീസിന് കിട്ടിയ രഹസ്യ വിവരമാണ്. സിനിമയ്ക്കുള്ളിൽ തന്നെ ഒറ്റുകാരുണ്ടെന്ന് മട്ടാഞ്ചേരി മാഫിയ തിരിച്ചറിയുന്നു. ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നും കിട്ടുക പ്രയാസമാണെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും നീക്കങ്ങളാണ് കഞ്ചാവിനെ സെറ്റിൽ നിന്ന് അകറ്റുന്നത്. ഇതിനിടയിലാണ് രണ്ട് സംവിധായകരെ എക്സൈസ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ പോക്കുന്നത്. മട്ടാഞ്ചേരി മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയതെന്നും സൂചനയുണ്ട്. അതീവ രഹസ്യമായിട്ടായിരുന്നു എക്സൈസിന്റെ നീക്കങ്ങൾ. ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിനിടെ ഇവരടക്കം 3 പേരാണ് എക്സൈസിന്റെ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയുള്ള മിന്നൽ പരിശോധനയിൽ പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന. ഇവർ പിടിയിലായ ഫ്ളാറ്റിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതിനായി സ്ഥിരം ആളുകൾ ഒത്തുകൂടാറുണ്ടെന്ന വിവരം ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംവിധായകൻ തന്നെയായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫ്ളാറ്റ്. ഗോശ്രീ പാലത്തിന് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേയിലുള്ള 506 ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും 4-5 വർഷമായി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് അറിയിച്ചു. ഇവർക്ക് കഞ്ചാവ് നൽകിയവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തുടരന്വേഷണം ഉണ്ടാകും. 1.6 ഗ്രാം കഞ്ചാവാണ് സംവിധായകരിൽ നിന്ന് പിടികൂടിയത്. അളവിൽ കുറവായതിനാൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. എങ്കിലും കഞ്ചാവ് ഉപയോഗിക്കാവുന്ന സിനിമാക്കാർക്ക് ഈ റെയ്ഡും അറസ്റ്റും പാഠമാണ്. ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയും ഭർത്താവും സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിതരണം ചെയ്തിരുന്നതായി നേരത്തെ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു. കൊച്ചിയിൽ പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഇവരുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ആലപ്പുഴ ജിംഖാന, തല്ലുമാല തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ്. തമാശ, ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. രണ്ടുപേരും സൂപ്പർ ഹിറ്റുകളുടെ തമ്പുരാന്മാർ. സംഭവത്തിൽ വിശദമായ തുടരന്വേഷണം നടത്തുമെന്ന് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ KV പ്രമോദ് അറിയിച്ചു. സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച ആളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷിച്ച് ഇയാളെ കണ്ടെത്തുമെന്നും പ്രമോദ് പറഞ്ഞു. വിതരണം ചെയ്തയാളെ കേന്ദ്രീകരിച്ചടക്കം വിശദമായ അന്വേഷണം നടത്തും. രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധനയെന്നും സംവിധായകരടക്കം 3 പേരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതെന്നും കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പിടികൂടിയതെന്നും പ്രമോദ് പറഞ്ഞു. തുടർന്ന് നിയമപരമായി കഞ്ചാവ് പിടിച്ചെടുക്കുകയും കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് ഓഫീസിലെത്തിക്കുകയുമായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ജാമ്യത്തിൽ വിട്ടത്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. 1.6 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. ജാമ്യം നൽകാവുന്ന കേസായതിനാലാണ് വിട്ടയച്ചതെന്നും എക്സൈസ് ഇൻസ്പെക്ടർ KP പ്രമോദ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. സിനിമാക്കാരല്ല, ഏത് മേഖലയിലായാലും ലഹരി ഉപയോഗം തെറ്റാണ്. അതിനെതിരെ എക്സൈസ് എല്ലാ മേഖലയിലും ശക്തമായ പരിശോധന തുടരും. ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ വ്യാപകമാകുന്നുണ്ട്. അത് നാടിന് വളരെ ദോഷം ചെയ്യുന്നതാണ്. വിദേശത്തു നിന്നടക്കമാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത്. ഉറവിടം കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കി. ഓപ്പറേഷൻ ഗോശ്രീക്ക് സമാനമായ ഓപ്പറേഷൻ എക്സൈസ് വരും ദിവസങ്ങളിലും നടത്തും. മട്ടാഞ്ചേരി മാഫിയയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് എക്സൈസിന്റെ തീരുമാനം.